നമസ്കാരം. പ്രധാന വാർത്തകൾ. ചൂണ്ടലിൽ പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ട്യൂഷൻ അധ്യാപകൻ അറസ്റ്റിൽ. ചൂണ്ടൽ സ്വദേശി 52 വയസ്സുള്ള നൌഷാദിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലിശ്ശേരി കല്ലുംപുറം പാതയിൽ തെങ്ങ് കടപുഴകി വൈദ്യുത ലൈനിൽ വീണു. ഒഴിവായത് വൻ ദുരന്തം. സംഗീത നഗറിന് സമീപം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കായിരുന്നു സംഭവം. ചാവക്കാട് നഗരമധ്യത്തിൽ ബീച്ച് റോഡിലേക്ക് പോകുന്ന വഴിയിൽ അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ ചീനിമരം. ടൗൺ ജുമാ മസ്ജിദിന് സമീപം നിൽക്കുന്ന മരത്തിന്റെ വൻ ചില്ലകളാണ് പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ഭീതിയാകുന്നത്. വാർത്തകൾ വിശദമായി. ചൂണ്ടലിൽ പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ട്യൂഷൻ അധ്യാപകൻ അറസ്റ്റിൽ. ചൂണ്ടൽ സ്വദേശി 52 വയസ്സുള്ള നൌഷാദിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. നൌഷാദിന്റെ വീട്ടിലെ ട്യൂഷൻ സെന്ററിൽ വെച്ചാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ പ്രതി ലൈംഗികാതിക്രമണം നടത്തിയത്. കുട്ടികളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ബന്ധുക്കൾ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് പുറത്തറിയുന്നത്. തുടർന്ന് ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ SR സനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ചാലിശ്ശേരി കല്ലുംപുറം പാതയിൽ തെങ്ങ് കടപുഴകി വൈദ്യുത ലൈനിൽ വീണു. വൻ ദുരന്തം ഒഴിവായി. സംഗീത നഗറിന് സമീപം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കായിരുന്നു സംഭവം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഉണ്ടായിരുന്ന തെങ്ങാണ് കടപുഴകി സമീപത്തെ റോഡിലേക്ക് വീണത്. എന്നാൽ നേരിട്ട് റോഡിലേക്ക് പതിക്കാതെ വൈദ്യുതി ലൈനുകളിൽ തങ്ങി നിന്നതിനാൽ വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ചാലിശ്ശേരി ഹൈസ്കൂൾ, സ്വകാര്യ ഡെന്റൽ കോളേജ് ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികളും നാട്ടുകാരും ദിനംപ്രതി സഞ്ചരിക്കുന്ന തിരക്കേറിയ പാതയാണിത്. സ്ഥലത്തെത്തിയ നാട്ടുകാർ KSEB പെരുമ്പിലാവ് സെക്ഷൻ ഓഫീസിൽ വിവരമറിയിച്ചു. തുടർന്ന് KSEB ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം താൽക്കാലികമായി വിച്ഛേദിച്ച് തെങ്ങ് മുറിച്ചുമാറ്റി. ചാവക്കാട് നഗരമധ്യത്തിൽ ബീച്ച് റോഡിലേക്ക് പോകുന്ന വഴിയിൽ അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ ചീനിമരം. ടൗൺ ജുമാ മസ്ജിദിന് സമീപം നിൽക്കുന്ന മരത്തിന്റെ വൻ ചില്ലകളാണ് പ്രദേശവാസികൾക്കും യാത്രികർക്കും ഒരുപോലെ ഭീതിയാകുന്നത്. ദേശീയപാത 66ലേക്ക് പ്രവേശിക്കുന്ന പ്രധാന റോഡുകളിലൊന്നാണിത്. ചെറുതും വലുതുമായ 100 കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നത്. കാലപ്പഴക്കം ചെന്ന മരത്തിന്റെ കൂറ്റൻ ശാഖകൾ ഏതു നിമിഷവും റോഡിലേക്ക് പൊട്ടി വീഴാവുന്ന അവസ്ഥയിലാണ്. ചില്ലകൾ വെട്ടിമാറ്റി അപകട സാധ്യത ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ വ്യാപാരികളും കെട്ടിട ഉടമകളും ചാവക്കാട് നഗരസഭ ഉൾപ്പെടെയുള്ള അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. എൻ്റെ സ്ഥാപനത്തിൻ്റെ അടുത്താണ് ഈ മരമുള്ളത്. ഈ മരം കൊണ്ട് ഇവിടെ പൊതുജനങ്ങൾക്കും ഞങ്ങൾക്കും ഈ ബിൽഡിങ്ങിനും തന്നെ വളരെ വിനാശകരമായ ഒരു അവസ്ഥയാണ്. ഈ ബിൽഡിങ് ഇന്നലെ രാത്രി ഭയങ്കരമായ കാറ്റുണ്ടായി. ഈ കാറ്റിന് ഈ മരം വീഴുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ തന്നെ ഈ ഇലക്ട്രിസിറ്റി ലൈനും വാഹനങ്ങളും നിറയെ യാത്രക്കാരും പോകുന്നുണ്ട്. 2 ദിവസം മുൻപ് ഈ മരത്തിൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞാണ് ഒരു യാത്രക്കാരിയുടെ തലയിൽ വീണ് ഞങ്ങളെല്ലാം കൂടിയിട്ടാണ് അത് പിടിച്ചു മാറ്റിയത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് മുറിച്ചു മാറ്റാനുള്ളൊരു സമീപനം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. മഴയോ ശക്തമായോ കാറ്റോ ഉണ്ടായാൽ മരച്ചില്ലകൾ പൊട്ടി വീണ് വലിയൊരു ദുരന്തത്തിന് സാധ്യതയുണ്ട്. തിരക്കേറിയ റോഡായതിനാൽ യാത്രക്കാരുടെ ജീവനു തന്നെ ഇത് ഭീഷണിയാണ്. അപകടം സംഭവിക്കുന്നതിന് മുമ്പ് അധികൃതർ ഇടപെട്ട് ശാഖകൾ അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്നാണ് ആവശ്യം. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയുള്ള നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ആശങ്ക പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. PSCയിൽ വീണ്ടും ക്രമക്കേടെന്ന് പരാതി. കേരാഫെഡ് നിയമനത്തിൽ റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ച് വിജ്ഞാപനം ഇറക്കിയെന്നാണ് പരാതി. പരാതിക്കാരിൽ നിന്ന് വിവരം തേടി പ്രത്യേക അന്വേഷണ സംഘം. ഹൈക്കോടതിയിലെ കേസ് മറച്ചുവെച്ചാണ് വിജ്ഞാപനമെന്നും ആരോപണമുണ്ട്. നടപടി ഇഷ്ടക്കാരെ തിരികെ കയറ്റാനെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. PSC ചെയർമാന്റെ ഇടപെടലിൽ ദുരൂഹതയുണ്ടെന്നും ആക്ഷേപമുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 170 രൂപയും പവന് 1360 രൂപയുമാണ് കുറഞ്ഞിട്ടുള്ളത് എന്ന് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ അറിയിച്ചു. ഇതോടെ നിലവിൽ കേരളത്തിൽ 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 13,230 രൂപയും പവന് 1,05,840 രൂപയുമായി വില. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 140 രൂപ കുറഞ്ഞ് ഇന്ന് 10,870 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. സമീപ ദിവസങ്ങളിലെല്ലാം സ്വർണ്ണവില കൂടുന്ന ട്രെൻഡായിരുന്നു നിലനിന്നിരുന്നത് എങ്കിൽ ഇന്ന് അത് മാറി. അതേസമയം സംസ്ഥാനത്ത് വെള്ളി വിലയിലും ഇടിവുണ്ടായിട്ടുണ്ട്. നിലവിൽ 22 ക്യാരറ്റ് വെള്ളി ഗ്രാമിന് 235 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്.
മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ 2.0 8-ാം അധ്യായത്തിൽ തിരുവത്ര പുത്തൻകടപ്പുറം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ജില്ലാ കളക്ടറുമായി നേരിട്ട് സംവദിക്കാനും സമൂഹം, ഭരണ സംവിധാനം, വികസനം എന്നിവയെക്കുറിച്ചുള്ള വിവിധ വിഷയങ്ങളിൽ അഭിപ്രായം പങ്കുവയ്ക്കാനും സംശയങ്ങൾ ചോദിക്കാനും അവസരം ലഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശരിയായ ഉപയോഗം, ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകത, ശുചിത്വശീലം സ്കൂളിന് അകത്തും പുറത്തും, വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ മാറ്റങ്ങൾ, സമൂഹ സേവന പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികളുടെ നേതൃത്വ ഗുണങ്ങൾ, സർക്കാർ ക്ഷേമ പദ്ധതികൾ, പരിസ്ഥിതി സംരക്ഷണം എന്നിവ ഉൾപ്പെടെ നിരവധി സമകാലിക വിഷയങ്ങൾ ചർച്ചയായി. സമൂഹത്തോടുള്ള ഉത്തരവാദിത്തബോധം, നിയമപാലനം, സേവന മനോഭാവം, നല്ല പൗരബോധം എന്നിവ ബാല്യകാലം മുതൽ വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യവും കളക്ടർ പങ്കുവച്ചു. വർഷങ്ങളായി സ്കൂളിൽ കളിക്കാൻ ഗ്രൗണ്ട് ഇല്ലാത്തതും PTA മാഷിന്റെ അഭാവവും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി. ഒരു സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ആഗ്രഹം മുന്നോട്ട് വെച്ചപ്പോൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കളക്ടർ അറിയിച്ചു. കളക്ടർ ശിഖ സുരേന്ദ്രന് കുട്ടികൾ പുസ്തകങ്ങളും പലഹാരവും സമ്മാനിച്ചു. അധ്യാപകരായ MK സലീം, MR ഐശ്വര്യ തുടങ്ങിയവരും പങ്കെടുത്തു. BJP കുന്നംകുളം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീനിയർ ഗ്രൗണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റീത്ത് വെച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നഗരസഭാ ഭരണാധികാരികളുടെയും MLAയുടെയും അനാസ്ഥയാണ് മാസങ്ങളായി വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് കിടക്കുന്ന റോഡിന്റെ അവസ്ഥയ്ക്ക് കാരണമെന്ന് BJP ജില്ലാ കമ്മിറ്റി അംഗം KK മുരളി പറഞ്ഞു. BJP മുനിസിപ്പൽ സൗത്ത് ഏരിയ പ്രസിഡന്റ് രഞ്ജിത്ത് ശ്രാമ്പിക്കൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ജില്ലാ സെക്രട്ടറിമാരായ സോഫിയ ശ്രീജിത്ത്, രേഷ്മ സുനിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മഹേഷ് തുരുത്തിക്കാട്, സുമേഷ് കളരിക്കൽ, ട്രഷറർ വിഗീഷ്, BJP കുന്നംകുളം നഗരസഭാ പാർലമെന്ററി നേതാവ് ശ്രീജിത്ത്, സൗത്ത് ഏരിയ ജനറൽ സെക്രട്ടറി രാഹുൽ കാണിപ്പയ്യൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും വൃത്തിയാക്കി നാടിന്റെ ശുചിത്വം ഉറപ്പുവരുത്തുന്ന ശുചിത്വ പുന്നയൂർ പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും റോഡരികുകളിൽ വളർന്നു നിൽക്കുന്ന കാടുകളും വള്ളികളും അടിക്കാടുകളും മെഷീൻ ഉപയോഗിച്ച് വെട്ടിമാറ്റി വൃത്തിയാക്കുന്നതാണ് സമഗ്ര ശുചീകരണ പദ്ധതി. മഴക്കാലത്ത് റോഡരികുകളിൽ കാടുമൂടുന്നത് മൂലം വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും കാഴ്ച തടസ്സപ്പെടുകയും അപകടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നത് പതിവാണ്. അടിക്കാടുകളിൽ ഇഴജന്തുക്കൾ പെരുകുന്നതും മാലിന്യങ്ങൾ തള്ളുന്നതും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് പഞ്ചായത്ത് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീറ അഹമ്മദ്, വാർഡ് മെമ്പർമാരായ അബ്ദുൾ സലീം കുന്നമ്പത്ത്, മുഹമ്മദ് അസ്ലം എന്നിവർ പങ്കെടുത്തു. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ കേന്ദ്ര സർക്കാർ നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ തിരുത്തിക്കാട് യൂണിറ്റ് കമ്മിറ്റി പ്രകടനവും യുവജന പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ തിരുത്തിക്കാട് യൂണിറ്റ് സെക്രട്ടറി KS ആദർശ് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് ട്രഷറർ PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കുന്നംകുളം വെസ്റ്റ് മേഖലാ സെക്രട്ടറി M അഭിനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. എക്സിക്യൂട്ടീവ് അംഗം അജിത്ത്, യൂണിറ്റ് പ്രസിഡന്റ് മൃദു, ജോയിന്റ് സെക്രട്ടറി ശ്രീരാഗ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള വാർഷിക സമ്മേളനത്തിന് ബ്രിട്ടനിലെ ആൾട്ടൺ വേദിയാകും. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള വാർഷിക സമ്മേളനം വെള്ളിയാഴ്ച രാത്രി 9 മണി മുതൽ ഞായറാഴ്ച വരെ UKയിലെ ആൾട്ടണിൽ നടക്കും. 3 ദിവസം നീണ്ടുനിൽക്കുന്ന ആത്മീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ആഗോള നേതാവും ഖലീഫയുമായ ഹദ്രസ് മിർസ മസ്റുൽ അഹമ്മദ് നിർവഹിക്കും. സമ്മേളനത്തിന് 3 ദിവസങ്ങളിലും ആത്മീയ പ്രഭാഷണങ്ങൾ ഉണ്ടാകും. 100ഓളം രാജ്യങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രതിനിധികൾ പങ്കെടുക്കുന്ന ആത്മീയ സംഗമം UKയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക സമ്മേളനമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പാർലമെന്റേറിയന്മാർ, പൗരനേതാക്കൾ, നയതന്ത്രജ്ഞർ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. വിവിധ ആത്മീയ ധാർമ്മിക സമകാലീന വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും മലയാളമടക്കം പല ഭാഷകളിൽ അതിന്റെ തത്സമയ പരിഭാഷയും ഉണ്ടാകും. ആഗോള സമ്മേളനത്തിൽ ഓൺലൈനായി പങ്കാളികളാവാനുള്ള ആളൂർ സ്വദേശികളുടെ തയ്യാറെടുപ്പുകൾ ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൌസിൽ പൂർത്തിയായതായി ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മൗലവി, ഗുലാം അഹമ്മദ്, താഹിർ അഹമ്മദ്, അബ്ബാസ് ആളൂർ എന്നിവർ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI പ്രവർത്തകർ ഗുരുവായൂർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ജില്ലാ ജനറൽ സെക്രട്ടറി TM അക്ബർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KH ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി സക്കറിയ പൂക്കോട്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ജബ്ബാർ അണ്ടത്തോട്, ജോയിന്റ് സെക്രട്ടറി ഷമീർ ബ്രോഡ്വേ, ഓർഗനൈസിംഗ് സെക്രട്ടറി ഷെഫീദ് ബ്ലാങ്ങാട്, ദിലീപ് അത്താണി, സുബൈർ ഐനിക്കൽ, അഷ്കർ ഖാദിരിയ, ഷെഫീഖ് തൊട്ടാപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ബസ് ടെർമിനൽ ഉടൻ തുറന്നു നൽകുക, ചക്കങ്കണ്ടം മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക, അനധികൃത കെട്ടിടങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്.
കുന്നംകുളം വെസ്റ്റ് കർഷക സംഘം മേഖലാ കമ്മിറ്റിയുടെ സംയോജിത പച്ചക്കറി കൃഷിയുടെ നടീൽ ഉദ്ഘാടനം നടന്നു. സംയോജിത പച്ചക്കറി കൃഷിയുടെ നടീൽ ഉദ്ഘാടനം കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബാലാജി നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. നഗരസഭാ വൈസ് ചെയർമാൻ പി ജി ജയപ്രകാശ്, കൌൺസിലർമാരായ ഷീബ, ദിലീപ് പുളിക്കൽ, രുദ്ര രജീഷ്, കുന്നംകുളം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ജിന്നി, ലോക്കൽ മെമ്പർമാരായ അഷ്കർ സുരേഷ്, ഷറഫുദ്ദീൻ, സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യതലസ്ഥാനത്ത് അവകാശങ്ങൾക്കായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ KCYM സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. മറ്റം സെന്ററിൽ നടന്ന പ്രതിഷേധത്തിൽ അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ അംഗവും അതിരൂപത ഫെസിലിറ്റേഷൻ സെന്റർ കൺവീനറും അതിരൂപത CLC മുൻ പ്രസിഡന്റുമായ ജോമി ജോൺസൺ പ്രതിഷേധ ജ്വാല തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. KCYM മറ്റം യൂണിറ്റ് പ്രസിഡന്റ് അലക്സ് ജോസ് അധ്യക്ഷനായി. മറ്റം ഇടവക സഹവികാരി ഫാദർ ജിയോ വേലുകാരൻ, ഡീക്കൻ മെബിൻ കീറ്റിക്കൽ, KCYM മറ്റം ഫൊറോന പ്രസിഡന്റ് നിജിൽ ജോസ്, യൂണിറ്റ് സെക്രട്ടറി ഐജിൻ ജോയ്, മുൻ പ്രസിഡന്റ് ഏബൽ ആന്റണി എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ പരിപാടിക്ക് KCYM ഭാരവാഹികളായ ആഗ്നൽ ആന്റണി, ആൽബിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഡൽഹി ജന്തർ മന്ദിറിൽ നടക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെ ഭീകരാക്രമണം അഴിച്ചുവിടുന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെയും സമരം ചെയ്യുന്ന പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും CITU മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. മുല്ലശ്ശേരി സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് KV ഷീബ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TI ചാക്കോ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം CK വിജയൻ, ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ, MK സദാനന്ദൻ, PG സുബിദാസ്, KK ശശിധരൻ, സിജി മോഹൻദാസ്, സിന്ധു, PK പ്രസാദ് എന്നിവർ സംസാരിച്ചു. അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ ജൂനിയർ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ 2026-27 അധ്യയന വർഷത്തെ പുതിയ ബാച്ച് ആരംഭിച്ചു. അച്ചടക്കം, ഉത്തരവാദിത്വ, സാമൂഹിക പ്രതിബദ്ധത, നിയമബോധം തുടങ്ങിയവ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുക എന്നതാണ് SPCയുടെ പ്രധാന ലക്ഷ്യം. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ CV മധു ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ചു. SPC ഓഫീസർമാരായ ആനന്ദ് ഹിരൺ, അനീറ്റ ബിനു എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,500 രൂപ, പവന് 1,80,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. ചരമം. അഗതിയൂർ പുത്തൂർ വീട്ടിൽ കുഞ്ഞുമോൻ മകൻ സിജി നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം അയ്യമ്പറമ്പ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ലീന ഭാര്യയും ലിജോ ലിൻസി എന്നിവർ മക്കളുമാണ്. കുന്നംകുളം അയ്യമ്പറമ്പ് കോലാടി വീട്ടിൽ റോയ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. റിട്ടയേർഡ് പഞ്ചായത്ത് സെക്രട്ടറിയായിരുന്നു. കുന്നംകുളത്തെ പ്രമുഖ സുവിശേഷ പ്രവർത്തകനും യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിന്റെ ഭാരവാഹിയുമാണ്. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 അയ്യമ്പറമ്പ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ലീന ഭാര്യയും ഹഗായി, ലിസ്ലിയ എന്നിവർ മക്കളുമാണ്. ചൂണ്ടൽ ചുങ്കത്ത് മാത്തുക്കുട്ടി മകൻ വർഗീസ് നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ചൂണ്ടൽ സെന്റ് തോം പള്ളി സെമിത്തേരിയിൽ നടത്തും. റോസിലി ഭാര്യയും ഹിരോഷ്, റോഷ്നി എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ചൂണ്ടലിൽ പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ട്യൂഷൻ അധ്യാപകൻ അറസ്റ്റിൽ. ചൂണ്ടൽ സ്വദേശി 52 വയസ്സുള്ള നൌഷാദിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലിശ്ശേരി കല്ലുംപുറം പാതയിൽ തെങ്ങ് കടപുഴകി വൈദ്യുത ലൈനിൽ വീണു. വൻ ദുരന്തം ഒഴിവായി. സംഗീത നഗറിന് സമീപം വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. ചാവക്കാട് നഗരമധ്യത്തിൽ ബീച്ച് റോഡിലേക്ക് പോകുന്ന വഴിയിൽ അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ ചീനിമരം. ടൗൺ ജുമാ മസ്ജിദിന് സമീപം നിൽക്കുന്ന മരത്തിന്റെ വൻ ചില്ലകളാണ് പ്രദേശവാസികൾക്കും യാത്രികർക്കും ഒരുപോലെ ഭീതിയാകുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.